വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 5-6 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യം വായിക്കുന്നു: 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കൈപ്പിടിച്ചിരിക്കുന്നു. ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പും 1 പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. കുഞ്ഞാട് അഥവാ കർത്താവായ ക്രിസ്തു 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 3-ാം ജീവി വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു എന്നുള്ളത് യോഹന്നാനാണ്. അപ്പോൾ ഞാൻ കറുത്ത കുതിരയെ കണ്ടു. കറുപ്പ് ക്ഷാമത്തെയും കഷ്ടതയെയും ദുഃഖത്തെയും സൂചിപ്പിക്കുന്നു. യുദ്ധം കഴിഞ്ഞാൽ ക്ഷാമവും കഷ്ടവും ദുഃഖവും ഉണ്ടാകുക സ്വാഭാവികമാണ്. കറുത്ത കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു തുലാസ് പിടിച്ചിരിക്കുന്നതായി കണ്ടു. വെള്ള കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ വില്ലും ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ വാളുമാണുള്ളതെങ്കിൽ കറുത്ത കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ തുലാസാണ് പിടിച്ചിരിക്കുന്നത്. കറുത്ത കുതിരപ്പുറത്തിരിക്കുന്നവൻ ആഹാര സാധനങ്ങളുടെ സംരക്ഷകനാണ്. പാലസ്തീനിലെ പ്രധാന ധാന്യ വിളകളിൽപ്പെട്ടതാണ് ഗോതമ്പ്, ധാന്യം, എണ്ണയുമെല്ലാം. ആവർത്തനം 7:13, 11:14, 28:51, ഹോശേ 2:8-22 വരെയുള്ള വാക്യങ്ങൾ. ഭക്ഷണ സാധനങ്ങൾ തൂക്കിക്കൊടുക്കേണ്ടതായി വരുന്നത് അതിൻ്റെ ദൗർലഭ്യം കൊണ്ടാണ്. യെഹെസ്കേൽ 5:1. ധാന്യം പൂർണ്ണമായി തീർന്നിട്ടില്ല, എന്നാൽ അത് കുറവായതിനാൽ തൂക്കിക്കൊടുക്കേണ്ടി വന്നു. യെഹെസ്കേൽ 4:10-17 വാക്യങ്ങൾ. വഴിനിമത്തിൽ കഠിന ക്ഷാമത്തിൻ്റെ ലക്ഷണമാണ് അളന്നു തിന്നുന്നത്. ലേവ്യ 26:26. 1 പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, 1 പണത്തിന് 3 ഇടങ്ങഴി യവം ആണ് കൊടുക്കുന്നത്. അപ്പോൾ യവത്തെക്കാളും അല്പം കൂടി ദാരിദ്ര്യം ഗോതമ്പിനാണ്. 1 പണം എന്നത് ഒരു റോമൻ പടയാളിയുടെ ഒരു ദിവസത്തെ ശമ്പളമാണ്. സാധാരണയായി 1 പണത്തിന് 8 ഇടങ്ങഴി ഗോതമ്പാണ് ലഭിക്കേണ്ടത്. യെഹെസ്കേൽ 4:10. എന്നാൽ ഇവിടെ അപ്രകാരം ലഭിക്കാത്തതിനാൽ അധികം പേരും പട്ടിണി കിടക്കുന്നു. യവമാണെങ്കിൽ 24 ഇടങ്ങഴി ലഭിക്കണം. പഴയനിയമത്തിൽ അനുസരണക്കേടിൻ്റെ ഫലമായിട്ടത്രേ ദാരിദ്ര്യം അനുഭവിക്കുന്നത്. പുതിയനിയമത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നതിനുള്ള അനേക കാരണത്തിൽ ഒരു കാരണം ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ടത്രേ. വീട്ടിലെ ആരോഗ്യമുള്ള പുരുഷന്മാർ എല്ലാം യുദ്ധത്തിന് പോയി മരണപ്പെട്ടതുകൊണ്ടാണ് ദേശത്ത് പണിയെടുക്കുവാൻ ആളുകൾ ഇല്ല. അതുകൊണ്ട് ധാന്യത്തിന് ക്ഷാമം ഉണ്ടാകുന്നു. വരൾച്ചയുടെ കാലത്ത് ആദ്യം ഇല്ലാതാകുന്നത് ധാന്യങ്ങൾ ആണ്. എണ്ണയും വീഞ്ഞും കുറേ കാലത്തും കൂടെ ഉണ്ടാകും. കാരണം അവ കുറേ കൂടെ ആഴത്തിൽ വേരൂന്നിയാണ് വളരുന്നത്. യാക്കോബ് ക്ഷാമകാലത്ത് ധാന്യം വാങ്ങുന്നതിന് മക്കളെ മിസ്രയീം എന്ന സ്ഥലത്തേക്ക് അയച്ചപ്പോൾ അവിടുത്തെ ചക്രവർത്തിക്ക് സമ്മാനമായി ദേശത്തിലെ 1-ാം കായ്ക്കനികൾ കൊടുത്തയച്ചത് ഇതിന് ഉദാഹരണമാണ്. ഉൽപ്പത്തി 43:11. എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. എണ്ണവർഗ്ഗങ്ങൾക്കും മരുന്ന് വർഗ്ഗങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും എന്ന് സാരം. എണ്ണയും വീഞ്ഞും മുറിവ് കെട്ടുന്നതിനായി ഉപയോഗിച്ചിരുന്ന 2 വസ്തുക്കളാണ്. ലൂക്കോസ് 10:34. ചുരുക്കത്തിൽ പറഞ്ഞാൽ കറുത്ത കുതിരയും അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിലെ തുലാസും യുദ്ധശേഷമുള്ള ദുഃഖത്തെയും ക്ഷാമത്തെയും കാണിക്കുന്നു. യിരെമ്യാവ് 14:1-2 വാക്യങ്ങളിൽ യിരെമ്യാവിൻ്റെ കാലത്ത് വരൾച്ച ഉണ്ടായപ്പോൾ യെരുശലേമിൻ്റെ പടിവാതിക്കൽ ജനം കറുപ്പുടുത്ത് നിലത്തിരുന്നതായി നാം വായിക്കുന്നു. വിലാപങ്ങൾ 5:10. ക്ഷാമത്തിൻ്റെ കാഠിന്യ നിമിത്തം തങ്ങളുടെ ത്വക്ക് അടുപ്പ് പോലെ കറുത്തിരിക്കുന്നു എന്ന് കാണുന്നു. ഒടുവിലായി ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് 4 ജീവികളുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. യോഹന്നാൻ 4 ജീവികളുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. ധാന്യങ്ങളുടെ വില ഉച്ചത്തിൽ പ്രസ്താവിക്കുന്നത് 4 ജീവികളുടെ മധ്യത്തിൽ നിന്നാണ്. ഇതാരാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത് അഥവാ ഈ ശബ്ദത്തിൽ പറഞ്ഞത് എന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ 4 ജീവികളിൽ ഒരാൾ ആയിരിക്കാം. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 6:7-8 വാക്യങ്ങൾ, അതായത് 4-ാം മുദ്ര ക്രിസ്തു പൊട്ടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് പഠനത്തിന് വിധേയമാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.